സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളെ ആരെങ്കിലും ഒന്നും വായിക്കുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും എലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിർണയത്തെ കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവരവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ മേളിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. ഒരു പ്രയർ മീറ്റിങ്ങിന് പോകുമ്പോൾ അതിൽ 75% ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരുന്ന എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. 75% ആൾക്കാർ ഉറങ്ങും. ശരി, സാധാരണ പ്രസംഗം അല്ലെ, സാധാരണ ഓർഡിനറി പ്രാസംഗിയാണെങ്കിൽ ഓക്കെ. പക്ഷെ വലിയ പ്രാസംഗിമാർ എവിടുന്ന് വന്നേക്കുന്നു? അമേരിക്കയിൽ നിന്നൊന്നുമല്ല, സ്വർഗത്തിൽ തന്നെ. എന്നിട്ടും ഉറങ്ങുന്നു. പ്രധാന പ്രാസംഗി ആരാന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം. എന്നിട്ടും ഉറങ്ങുന്നു. ഇങ്ങനെ ഒരു 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 യോഗം നിങ്ങളാരും മനസ്സിൽ ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഭാഗം വായിക്കുമ്പോൾ അറിയാം. 4 പേര് പോയി. യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. മോശയും ഏലിയായും വന്നിരിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവം സംസാരിക്കാൻ അറിയും. നമ്മുടെ ഈ പാർട്ടീസ് എല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാൻ. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ സംഭവിച്ചു. പക്ഷേ സാധാരണമായി ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ 75% ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഞാൻ എത്രയും വേഗം നിർത്താനേ ശ്രമിക്കും. അല്ലെങ്കിൽ എല്ലാ പ്രാസംഗിക്കും അതൊരു ഡിസ്കറേജ്മെന്റ് ആയിരിക്കും അല്ലേ? എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കും എന്ന പ്രസംഗം. പക്ഷെ ദൈവം നിർത്തിയില്ല. ഉണർന്നിരുന്നവരോട് ദൈവം സംസാരിച്ചു. ഒരാൾ ഉണർന്നിരുന്നു, എന്നെല്ലാം സംസാരിക്കണമോ അതെല്ലാം സംസാരിച്ചു. അതുകൊണ്ട് നമ്മുടെ മധ്യയിൽ ദൈവം ഉള്ളപ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ആർക്കും പേടിക്കണ്ട, കൂർക്കം വലിക്കാതിരുന്നാൽ മതി. പക്ഷേ ഉണർന്നിരിക്കുന്നവരോട് ദൈവം സംസാരിക്കും. തീർച്ചയായിട്ടും. ഒരിക്കൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം വിളിച്ചുകൊണ്ട് യേശു ഒരു മലയിലേക്ക് കടന്നുപോയി. യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു ആരാധന എന്ത് എന്നവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പലപ്പോഴും ഇടയ്ക്ക് യേശു തന്നെ എഴുന്നേറ്റ്, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്നല്ല. അവിടെയെല്ലാം ഇവരെ വിട്ടേച്ചപ്പോൾ. പക്ഷെ ഒരിക്കൽ യഥാർത്ഥമായിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ആരാധന എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് കാണിക്കുവാൻ. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുന്ന സ്ഥലത്ത് ദൈവം നമ്മുടെ മധ്യയിൽ വന്നാലേ അത് ആരാധന. എത്ര വലിയ കൂട്ടമാണെങ്കിലും മൈനസ് ദൈവം ആരാധനയല്ല. അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കാൻ പോകുന്ന ദൈവത്തെ നമുക്ക് കാണുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ലയിച്ചു പോകാൻ ഇടയായില്ലെങ്കിൽ അതൊരു ആരാധനയല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ പ്രസന്നത്തിൽ, സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ. അപ്പോൾ അത് കാണിക്കാനും കൂടെ ആയിരിക്കും യേശു അവരെ വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മേൽ പോയത്. കാരണം ഇവിടെ ദൈവം ഇറങ്ങി വരും, ദൈവത്തിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു അവരെ കൊണ്ടുപോയത്. പലപ്പോഴും ഞാൻ പല വിശ്വാസികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇന്നാളുടെ ഒരു പാട്ട് കേട്ടിട്ട് നേരെ മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇന്നാരെ കൊണ്ട് കണ്ടിട്ട് ഇന്ന പ്രസംഗം ഒന്ന് കേട്ടിട്ട് എന്ന് നല്ല വിശ്വാസികൾ നല്ല ആത്മാർത്ഥതയോടെയാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആരും എത്ര കാലം വിശ്വാസികളായിരുന്നാലും 10 വർഷം 25 വർഷം വിശ്വാസിയായിരിക്കുന്നു, ഒരു ദിവസം ദൈവം എൻ്റെ ചെവിയിൽ ഒന്ന് സംസാരിക്കുന്നത് കേൾക്കണം എന്ന് എത്ര പേര് ആഗ്രഹിച്ചു? ദൈവ ശബ്ദം കേൾക്കണമെന്ന് എല്ലാവർക്കും ചിന്ത ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി കർത്താവെ എത്ര പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരേ ഒരു പ്രാവശ്യം എൻ്റെ ചെവിയിൽ നിന്റെ വാക്ക് കേൾക്കുവാൻ അത് സാധിക്കുമോ? പലർക്കും ഒരു സംശയമുണ്ട്, ദൈവം സംസാരിക്കുമോ? നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സംശയമില്ല.
ഞാൻ ദൈവഭാഗത്തിൽ വന്നതിൻ്റെ ഒരു കാരണമേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. അതുകൊണ്ട് ദൈവം സംസാരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു ആഗ്രഹം, കർത്താവെ ഒരിക്കലെങ്കിലും, ഒരു വലിയ പ്രസംഗമല്ല, അരമണിക്കൂറല്ല, 15 മിനിറ്റ് അല്ല, 5 മിനിറ്റും അല്ല, ഒരു 5 സെക്കൻഡ് തിരുവാക്കുകൾ ശരിക്കും എൻ്റെ ചെവിയിൽ കേൾക്കുവാൻ ഇടയായെങ്കിൽ, ഞാൻ പറയാൻ കാരണം അത് മതി. പിന്നെ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും ശരി, നമുക്ക് ഈ ഒരു വാക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഉണർവ് വേറെ ഒന്നിലും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം. കാരണം നമ്മുടെ ചെവിയെ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ശരീരത്തിൽ ഒരു ടഫ് ഒരു ഓർഗനാണ് നമ്മുടെ ചെവി. ചെവി എന്ന് പറഞ്ഞാൽ ഇതല്ല ചെവി, ഇത് സാർമാർ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക സ്കൂളിൽ. ഇത് മൊത്തം കട്ട് ചെയ്താലും നമുക്ക് ചെവി കേൾക്കും. കാരണം ഇതല്ല, ഇതിൻ്റെ ഉള്ളിലൊരു ഓർഗനുണ്ട്, ഇന്നർ ഇയർ എന്ന് പറയും. ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഓർഗനാണ്. അതിനകത്ത് ഒത്തിരി സെൽസ് ഉണ്ട്. അത് ഓരോ പിച്ചിനനുസരിച്ച് ഒന്നൊന്നാണെന്നും. അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം കേൾക്കാനിടയിൽ, അല്ലേ? ഇവിടെ ഗിറ്റാറിൻ്റെ ഒരിടം പിടിച്ചിങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കും, വേറൊരു സ്ഥലത്ത് പിടിച്ച് തട്ടിയാൽ ഇനിയൊരു ശബ്ദം കേൾക്കും. അതുപോലെ ഇത് ഓരോ സെല്ല് അനങ്ങുമ്പോഴും ഓരോ ശബ്ദം കേൾക്കും, ഓരോ പിച്ച്. അങ്ങനെ നമുക്ക് എത്ര ഡിഫറെൻറ്റ് പിച്ചസ് കേൾക്കാമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യ ചെവിക്ക് സാധാരണമായിട്ട് 15,000-ൽ കൂടുതൽ ശബ്ദം തിരിച്ചറിയുവാൻ, 15,000 ഡിഫറെൻറ്റ് വോയിസസ്. ഒന്നും വേണ്ട, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ അടിക്കുന്നത് ചെവി വെച്ച് ഹലോ എന്ന് കേൾക്കുമ്പോഴേ പറയുന്നില്ലേ, അറിയാമല്ലേ എങ്ങനെ? വെറും ഹലോ എന്നേ പറഞ്ഞുള്ളൂ, അഡ്രസ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, പോസ്റ്റൽ അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും ഉടനെ പറയും. ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ളത്, നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയി എഴുതുമ്പോൾ എത്ര പേരുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമുക്കറിയാം. അതുപോലെ എത്ര പക്ഷികളുടെ ശബ്ദം നമുക്കറിയാൻ പറ്റും. കുയിലിൻ്റെ ആണെങ്കിലും, മയിലിൻ്റെ ആണെങ്കിലും, കഴുതയുടെ ആണെങ്കിലും, പശുവിൻ്റെ എത്ര ശബ്ദം തിരിച്ചറിയാം. നാട്ടിലെല്ലാം ചെറുപ്പക്കാർ ഇതുപോലെ യോഗത്തിലെല്ലാം ഇരിക്കുമ്പോൾ, ടീനേജ് ആകുമ്പോൾ അവരുടെ ഏറ്റവും ഹൃദയത്തിൻ്റെ ഒരു തുടിപ്പാണ് ഒരു ബൈക്കുമാണ്. എത്ര വലിയ പ്രാസംഗിയാണെങ്കിലും ഒരു ബൈക്ക് പോകുമ്പോൾ ഹീറോ ഹോണ്ട പോകുന്നു, പൾസാർ പോകുന്നു, എന്ന് കറക്റ്റ് ബജാജ് പോകുന്നു എന്നെല്ലാം പറയും. കാറിൻ്റെ ശബ്ദം, ഇതെങ്കിലും എത്ര ശബ്ദം. ഒരു മ്യൂസിക് കൺസേർട്ടിൽ പോയി കഴിഞ്ഞാൽ, എന്നെ പോലെ മ്യൂസിക് ഒന്നും അറിയാത്തവർക്ക് വലിയ വ്യത്യാസം അറിയുന്നില്ലെങ്കിൽ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ ആട്ടി അവർ ഡയറക്റ്റ് എല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ലീഡ് ഗിത്താർ ശരിയല്ലെങ്കിൽ ഉടനെ എല്ലാം നിർത്തി അത് ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പോൾ ഇത്രയും ശബ്ദം ഒന്നിച്ച് ചെവിയിൽ കേൾക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ട്യൂൺസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെന്തിനാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചെന്നറിയാമോ? ഒന്ന് ഓർത്ത് നോക്കി, എല്ലാ ശബ്ദവും ഒരുപോലെ ഇരിക്കുകയാണ്. പട്ടി കുറയ്ക്കുന്നതും ഭാര്യ സംസാരിക്കുന്നത് എല്ലാം ഒരേപോലെ. ജീവിതം എങ്ങനെയായിരിക്കും ഒന്ന് ഓർമ്മ? അവൻ നമ്മുടെ ജീവിതം ഒന്ന് സന്തോഷമായിരിക്കുവാൻ ദൈവം ഇത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള ഈ സെൽസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ ശബ്ദത്തിനാണ് ഇങ്ങനെ ഒരു സെൽ ഇതിനകത്ത് കാണും. That's a cell that will tune to his voice. അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. BBC ന്യൂസ്, പഴയ കാലത്തുള്ള BBC ന്യൂസ്, ട്രാൻസിസ്റ്റർ റേഡിയോ, ഇപ്പോൾ എല്ലാം നോക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഫൈൻ ട്യൂണിങ് ചെയ്ത്, അല്ലേ, ഒരു സ്റ്റേഷൻ കിട്ടാനായിട്ട് എത്രമാത്രം ശ്രമിക്കുന്നു. ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് അറിയത്തില്ല, പഴയ കാലത്ത് ഈ റേഡിയോ വെച്ചുകൊണ്ട് നോക്കുന്നു. ഒരു ചെറിയ സ്റ്റേഷൻ കിട്ടാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എല്ലാം നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതുപോലെ ദൈവശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം, നമുക്ക് ആഗ്രഹമായിരിക്കണം. ഇത്രയും കോലാഹലത്തിന് മുക്തിയിൽ ദൈവശബ്ദം കേൾപ്പാൻ, ഇവരെ ദൈവശബ്ദം കേൾപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് യേശു ഇവരെ മലയുടെ മുകളിൽ കൊണ്ടുപോയത്, ഒരു ശരിക്കുള്ള ഒരു ആരാധന കാണിക്കാൻ. പക്ഷെ ഇതിന് മലയുടെ മുകളിൽ പോയി ദൈവം വളരെ അടുത്ത് എന്നുള്ളതാണോ? ഇല്ല. ഒരു ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ് അത് കാണിക്കുന്നത്. വി മസ്റ്റ് ബി പ്രിപ്പയർഡ്. അതുകൊണ്ടാണ് പല ദൈവദാസന്മാരും കാലത്തെ എഴുന്നേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ഒരു ശബ്ദമില്ലാത്ത സ്ഥലത്ത് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. പല ശബ്ദത്തിൻ്റെ മധ്യയിലും ദൈവത്തിന് സംസാരിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഒരുക്കത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരു ശബ്ദം എൻ്റെ ചെവിയിൽ കയറാതെ ഈ ശബ്ദം മാത്രം കേൾക്കാനാണ്. നമ്മൾ ലോകത്തിലുള്ള എല്ലാ ശബ്ദവും ഇതിനകത്ത് കേട്ടിട്ട് പള്ളിയിൽ വരുമ്പോൾ, ചർച്ചിൽ വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്, ഹൗസ്ഫുൾ എന്ന ബോർഡ് തൂക്കിയിട്ടിരിക്കുമ്പോൾ ദൈവശബ്ദം ഇതിനകത്ത് കയറാൻ സ്ഥലം പോലും നടത്തി. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തോടെ ഇരിക്കുവാനാണ് ദൈവം അവരെ ഒരു മലയുടെ മേളിൽ കൊണ്ടുപോയി. ജീസസ് വെന്റ് അപ്പ് ടു ദ മൗണ്ടൻ, took Peter, James and John to the mountain. അതാണ് അതിൻ്റെ 8ാമത്തെ വാക്യം പറയുന്നത്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത് as Jesus was praying. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോയത്. അടുത്ത വാക്യം പറയുന്നത്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെന്നാ വലിയ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. നമ്മൾ ആരാധനയ്ക്ക് വേണ്ട പള്ളിയിൽ വരുന്നത്, പക്ഷെ പള്ളിയിൽ കയറത്തില്ല. ലോങ് ടൈം ചില പള്ളിയിലെല്ലാം ഫസ്റ്റ് ബെല്ല് സെക്കൻഡ് ബെല്ലെല്ലാം അടിക്കും, പാസ്റ്റർ വിളിക്കും, വാ തുടങ്ങാൻ പോകുന്നു ആരാധന വന്നിരിക്കുക എന്നെല്ലാം പറയുമ്പോൾ കാഷ്വലായിട്ട് അവർ വന്നോ ഇവർ വന്നോ എന്ന് നോക്കി ലാസ്റ്റ് ബെഞ്ച് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം കാരണം ആ ആഗ്രഹം എന്ന് പറയുന്നത് ഹൃദയത്തിലില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. വേറെ ആരെങ്കിലും ഒരു VIP ആണെങ്കിൽ നമ്മൾ ഓടിപ്പോയി ഇരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ നോക്കണം, പലരും ഇരുന്ന് വെറുതെ സംസാരിച്ച് വാക്കുകൾ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കേൾക്കാനല്ല വന്നത്, ഒരുങ്ങിയല്ല വന്നത്. They are not prepared to hear. അങ്ങനെ വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം കാണണം. അത് ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരെന്നാ ചെയ്താലും നീ ഉണർന്നിരുന്ന് ദൈവശബ്ദം കേൾക്കാനായിട്ട് വരുന്നതാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. ദാറ്റ് ഈസ് ഷുവർ. അതുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നേരെ കടന്നു വന്ന് ആരാധനയ്ക്കായിട്ട് പ്രാർത്ഥനയോടുകൂടെ അവിടെ ആയിരുന്നാൽ തീർച്ചയായിട്ടും കാണുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. യേശു ഒരു മോഡലാണ് പറയുന്നത്. He went up to the mountain and as Jesus was praying. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു സംഭവവും ഇല്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഇത് കേട്ടോ എന്ന് പറയുമ്പോൾ കേൾക്കേണ്ടതെന്ന് പറയണം. ഇപ്പൊ കേൾക്കണ്ട, വേണമെങ്കിൽ ആരാധന കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെവിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നമ്മുടെ മനസ്സിലിരിക്കും. ആരെങ്കിലും പറയും ഇന്നാണ് സെയിൽ ലാസ്റ്റ് ഡേ അറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. പിന്നെ അന്നത്തെ ആരാധന ഔട്ട്. ഇങ്ങനെ ആലോചിക്കും, എപ്പോഴാണ് എങ്ങനെയാണ് എത്തുന്നത്, എപ്പോഴിത് തീരും, എപ്പോഴും വീട്ടിൽ പോയിട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ വന്നോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവശബ്ദം അല്ലാതെ വേറെ ഒന്നും കേൾക്കണ്ട എന്നുള്ള ആഗ്രഹത്തോട് നമ്മളെ ഒരുക്കി. സിമ്പിൾ തിങ്സ് ആണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസമാണ്. ഏത് ദൈവദാസനോട് ചോദിച്ചു നോക്കാൻ, നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ, നിന്നെ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരോട് ചോദിക്കുന്നത്, ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എൻകറേജ്മെന്റ്, ആത്മീയമായിട്ട് നിനക്ക് ഉണർവ് കിട്ടുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് തനിച്ചിരിക്കുന്ന സമയം. ക്വൈറ്റ് ടൈം എന്ന് പറയും. ക്വൈറ്റ് ടൈം എന്ന് പറയും ദൈവത്തോട് ഒരു കുറച്ച് സമയം തനിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ പ്രത്യേക അനുഗ്രഹം. എല്ലാത്തിനും കിട്ടും. യോഗങ്ങളിൽ കിട്ടും, സൺഡേ സർവീസിൽ കിട്ടും, ബൈബിൾ സ്റ്റഡിയിൽ കിട്ടും, കൺവെൻഷനിൽ കിട്ടും, എല്ലാത്തിനും കിട്ടും. പക്ഷെ ദൈവത്തോട് തനിച്ച്. അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനെ ദൈവം തനിച്ച് സൃഷ്ടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ദൈവം വന്ന് ആദാമിനോട് പറഞ്ഞു, നീ തനിച്ചിരിക്കുന്നത് നല്ലതല്ല. ആദാമിന് ഇത് മനസ്സിലായില്ല. അവനെങ്ങനെ മനസ്സിലാവും തനിച്ചിരിക്കുന്നു പറഞ്ഞാൽ? നമുക്ക് മനസ്സിലാവും, പക്ഷെ ആദാമിന് എങ്ങനെ മനസ്സിലാവും? ആദാം ചോദിച്ചു, തനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ എന്ന് ചോദിക്കുക. ആദാം ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ വിചാരിക്കും ദൈവത്തിന് എന്നാ പറ്റി, ആദാമാണ് ചോദിച്ചത് എന്നെ തനിച്ച് സൃഷ്ടിച്ചാൽ മതി എന്ന്. ദൈവം അല്ലേ സൃഷ്ടിച്ചത്? ദൈവം ആദാമിനെയും ഹവ്വായും ഒന്നിച്ച് സൃഷ്ടിച്ചെന്ന് വേദപുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന ദൈവം, ഓ നീ തനിച്ചിരിക്കുന്നത് നല്ലതല്ല. ആദാമാണെങ്കിൽ ചോദിച്ചിരിക്കാം, എന്തിനാ എന്നെ തനിച്ച് സൃഷ്ടിച്ചത്? ദൈവത്തിന് വല്ല തെറ്റുപറ്റിയോ? ഇല്ല. ആദാം 930 വർഷം ജീവിച്ചു. ആ ജീവിതത്തിന്റെ അവസാന ഭാഗം ആരെങ്കിലും ആദാമിനോട് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, നീ അല്ലേ ആദ്യത്തെ മനുഷ്യൻ, പ്രസ് റിപ്പോർട്ടർ പോവുക ചോദിക്കുക, ഫസ്റ്റ് മാനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകും ചാകുന്നതിന് മുമ്പ്, 930 വർഷം ജീവിച്ചല്ലോ, ഏതാണ് നിന്റെ ജീവിതത്തിലുള്ള ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഹവ്വായെ ലഭിച്ചപ്പോഴാണോ, കയീൻ ജനിച്ചപ്പോഴാണോ, ഏത് സമയമാണ് ബെസ്റ്റ് എന്ന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ആദാം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഒരു ചെറിയ ഒരു പോർഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ, ഞാനും ദൈവവും മാത്രം ആ ഏതൊരു തോട്ടത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമില്ല. ആ പ്രശ്നം ഹവ്വായി വന്നപ്പോൾ തന്നെ പ്രശ്നം തുടങ്ങി. ആ ടൈം എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു ടൈമായിരുന്നു എന്ന് പറയാൻ ഇടയാകാൻ വേണ്ടിയിട്ടാണ് ദൈവം ആദാമിനെ തനിച്ചത്. ജോൺ വെസ്ലിയിലെ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പോലും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ജോൺ വെസ്ലി പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഞാൻ ദൈവസന്നിധാനത്തിൽ ക്വൈറ്റ് ടൈം പാലിക്കും. ഒന്നും വലുതായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ എങ്കിലും ദൈവസന്നിധാനത്തിൽ കാത്തിരുന്ന് എന്ന് പറയും. നമുക്ക് അതൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പാലിക്കുന്നത് നല്ലതാണ്. അപ്പൊ ദൈവം ഒരു ക്വയറ്റായിട്ട് ഇവരെ വിളിച്ചോണ്ട് പോകാനായിട്ട് ഒരു മലയുടെ മേൽ കയറി പോയിട്ട് പറഞ്ഞു, ഇവിടെ സീൻസ് ഒന്നും കാണാൻ വന്നതല്ല, മൗണ്ടൻ ബ്യൂട്ടി ഒന്നും ആസ്വദിക്കാൻ വന്നതല്ല, പ്രാർത്ഥിക്കാൻ വന്നതാണ്. അവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ, പോയി യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ യേശു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരുന്നു, അവന്റെ മുഖം പ്രകാശിച്ചു. അവന്റെ മുഖം പ്രകാശിച്ചു.
എല്ലാം എങ്ങനെയാണ് മുഖം അവിടെ ബ്യൂട്ടി പാർലറൊന്നുമില്ല. അവിടെ പ്രകാശിക്കാനുള്ള ഒരേ ഒരു കാരണം, തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇങ്ങനെ, അകത്തിനഴക് മുഖത്തിൽ തെളിയും. മലയാളത്തിലും കാണുമായിരിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ആ നിലവാരമാണ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് അല്ലേ? ചിലരെ കാണുമ്പോൾ തന്നെ അറിയാം, എന്നാ ബ്രദർ ഇത്രയും ശോഭമായിരിക്കുന്നു, വാട്ട് ഹാപ്പൻ എന്ന് നമ്മൾ ചോദിക്കുകയില്ല. എന്നാ ഇത്രയും സന്തോഷം എന്നെല്ലാം ചോദിക്കുകയില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം നമ്മുടെ മുഖത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കാൻ തുടങ്ങും. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാം? when you get closer to God, God starts acting within you, in your heart. Something happens there. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളത് കളയുകയും, കർത്താവ് ഇനി അത് ചെയ്യത്തില്ല, ചെയ്തത് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി അത് ജീവിതത്തിൽ വരാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ സെൽഫ് ക്ലെൻസിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലൊരു പ്രകാശവും മുഖത്തിൽ പ്രകാശവും. പ്രാർത്ഥിച്ചിട്ട് വരുന്നവരെ കണ്ടാൽ തന്നെ അറിയാം, പ്രാർത്ഥിക്കുന്ന ജനങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, അവരുടെ മുഖത്തിൽ ഒരു പ്രകാശം എപ്പോഴും കാണും, തീർച്ചയായിട്ടും കാണും. അതിന്റെ കാരണം അകത്തിലെ ഒരു വിദ്വേഷം, ഒരു പക, വൈരാഗ്യം ഒന്നുമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളത്. ആരെങ്കിലും ഒരുത്തിനെ ഓർത്ത് പല്ലും കടിച്ച് അവനും വന്ന് ഇരിപ്പുണ്ടല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ വന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് നമുക്ക് ലഭിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ പക്ഷേ ഒരു ചോദ്യം ചോദിക്കാം, നമ്മളെ പോലെ ആൾക്കാർക്കാണ് ഹൃദയത്തിൽ അഴുക്കും വേദനയും എല്ലാം വെച്ചുകൊണ്ട് ഹൃദയത്തിൽ അവിടെ വരുമ്പോൾ ദൈവസന്നിധാനത്തിൽ നമ്മളത് ഏറ്റു പറയുമ്പോൾ ഒരു വ്യത്യാസം വരും, മുഖത്തിൽ വേണമെങ്കിൽ വ്യത്യാസം വരാം. യേശുവിന് എന്നാ പറ്റും? യേശുവിന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. യേശുവിന്റെ മുഖം പ്രകാശിക്കാനുള്ള കാരണം ഞാൻ പിന്നെ പറയാം. പക്ഷെ ഒരു കാര്യം, പൊതുവായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ വിടാനായിട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം പ്രകാശിക്കും. ഒരു ക്ലെൻസിങ് ഓഫ് ദ ഹാർട്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി വരുമ്പോൾ ഇത് സംഭവിക്കും. ദൈവത്തിന് ആത്മാവ് വരുമ്പോൾ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് പ്രാർത്ഥിക്കാൻ വലിയ പേടി. ആരാധന സമയത്ത് ചിലർ ഇങ്ങനെ പിടിച്ചു നിൽക്കും, കുറച്ച് ആഴത്തിലേക്ക് പോകാതെ. കാരണം അഥവാ ദൈവം വല്ലതും പറഞ്ഞാലോ, അത് വിട്ടേക്കുക എന്ന് പറഞ്ഞാലോ എന്ന് പലർക്കും പേടിയാണ്. ദൈവം ഇത് ഇവിടെ വേണ്ട, അവിടെ പോയിക്കോ എന്ന് പറഞ്ഞാലോ പതുക്കെ വന്ന് അറ്റത്ത് മാത്രം നിന്നോണ്ട് പോകാൻ. ഈ നയഗ്ര ഫാൾസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരു 90% 1 മൈൽ ദൂരത്തിൽ തന്നെ നോക്കുള്ളൂ, എന്തോ ഒരു ശബ്ദം. എന്നാൽ നയഗ്രയിൽ പോവുകയാണെങ്കിൽ ആ ബോട്ടിൽ കയറ്റിയിട്ട് ഈ ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് നേരെ ആ ഫാൾസിന്റെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തും ബോട്ട്. ചിലപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ ഉണ്ടല്ലോ, ലോകത്തിന്റെ ഒന്നും കാണത്തില്ല, ചുറ്റുപാടും ഈ പേരിരച്ചിലും ഈ വെള്ളത്തിന്റെ ചാട്ടം ഇതേ കാണത്തുള്ളൂ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കാണ് യഥാർത്ഥമായിട്ട് നയഗ്രയുടെ കാര്യം അറിയാം. ദൂരത്തിൽ നിന്ന് വേണമെങ്കിൽ കാണാൻ കൊള്ളാം, ചെറിയ ചാറ്റില് വെള്ളം കൊണ്ടു എന്ന് വേണമെങ്കിൽ വരാം. പക്ഷേ ഇതിനകത്ത് പോകുമ്പോൾ, പക്ഷെ ഇതിനകത്ത് പലരും വരത്തില്ല. ഇത് മുങ്ങിപ്പോയാലും ഇതിനകത്ത് പോയി കഴിഞ്ഞാലും എന്നുള്ള പേടി കൊണ്ടാണ് ഒരു 90% അവിടെ തന്നെ നിൽക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ പോകത്തുള്ളൂ. കാരണം ഇവർ കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തും. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവം പോലെ ആരാധന എന്ന് പറയുന്നത് അങ്ങനെയാണ്. എവറി വർഷിപ്പ്, റിയൽ വർഷിപ്പ് ഈസ് എൻ അഡ്വഞ്ചർ. യഥാർത്ഥമായിട്ട് ആരാധിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞില്ലേ, കുരിഞ്ഞുപെടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു പൗലോസിനെയും ബർന്നബാസിനെയും എനിക്ക് വേണ്ടി വിട്ടത്. അതുപോലെ ദൈവം നമ്മുടെ സൈഡിൽ പറഞ്ഞു നീ ഇത് ചെയ്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് പേടിച്ചിട്ടാണ് പലരും അല്ലറിയ പറയും, നമ്മൾ വലയുക എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നല്ലാതെ ഈ ആരാധനയുടെ അകത്തേക്ക് പോകാനായിട്ട് പലർക്കും സാധിക്കും. ആരാധനയുടെ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഊറ്റി ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ഞാനും ദൈവം മാത്രമാണ് എന്നുള്ള ചിന്തയിലായിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആരാധനയുടെ മധ്യയിലാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കണം. ഒരു 12 വർഷം രോഗിയായിരുന്ന ഒരു സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ അവൾ സുഖമായി. ആ കഥയെല്ലാം നമുക്കറിയാം. യേശു എന്തിനാ ചോദിച്ചത്? ആരെന്നെ തൊട്ട് എന്നല്ലേ ചോദിച്ചത്? വൈ ഷുഡ് യു ആസ്ക്? യേശുവിന് ഒരു അഡ്വർടൈസ്മെന്റ്, ചുമ്മാ എന്നെ തൊട്ട് സുഖമായിട്ട് പോവുകയാണോ, 4 പേര് അറിയണ്ടേ, വാ മുമ്പോട്ട് വാ എന്ന് യേശുവിന് പബ്ലിസിറ്റി കിട്ടാനാണോ യേശു? ഒരിക്കലും യേശുവിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, നമുക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, യേശുവിൽ നിന്ന് നന്മ പ്രാപിച്ച നീ ധൈര്യമായിട്ട് യേശുവിന് വേണ്ടി നിൽക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ഇവളെ സംബന്ധിച്ചോളം ഇവൾ ആ സ്ഥലത്ത് വരുമ്പോൾ ആരെങ്കിലും ഇവളെ കുറിച്ച് മനസ്സിലാക്കി. അവളുടെ രോഗം അങ്ങനെ ആയതുകൊണ്ട് പലർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. പാവ ഒരു സ്ത്രീ മാത്രമേ വിചാരിച്ച് കാണത്തുള്ളൂ.
ഇവളുടെ ഈ രക്തസ്രാവമുള്ള ആ ബ്ലീഡിംഗ് ഡിസീസ് ഉള്ള ഈ സ്ത്രീ വന്നാല് അന്നത്തെ നിയമപ്രകാരം ഷീസ് അൺക്ലീൻ. ആരെയും തൊടാൻ പാടില്ല, ആരും അവളെ തൊടാനും പാടില്ല. അവളെ അടിച്ചു ഓടിച്ചേ. ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും മനസ്സിലായാലും ഇവള് സുഖമായെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല. അന്ന് നീ വന്നല്ലോ തൊട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ. പക്ഷെ യേശു അവളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നാണ് ഒരേ ഒരു കാരണം, ദൈവം അവളെ സുഖമാക്കിയത് എന്ന് അവൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല, മറ്റവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആ കൂട്ടത്തില് അവളെ കൊണ്ട് നിർത്തിയപ്പോൾ യേശു ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത്രയും പേര് എന്റെ കൂടെ നിന്നു, നിങ്ങൾ എന്നെ ഇടിച്ചെല്ലാമാണ് നിന്നത്. എത്രയോ പേര് യേശുവിന്റെ ശരീരം തൊട്ട് നിന്നു. ഇവൾ ശരീരത്തെ പോലും തൊട്ടില്ല, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെ തൊട്ടു. യേശു അവളെ കൊണ്ട് മുൻപിൽ നിർത്തിയതിന്റെ ഒരു കാരണം, പലരും ചോദിച്ചു എങ്ങനെ അറിയാം നിന്നെ തൊട്ടതെന്ന്. യേശു അവരെ കൊണ്ട് നിർത്തിയതിന്റെ ഒരു കാരണം അവളുടെ സുഖമായത് മറ്റവർക്ക് പ്രസ്താവിക്കാൻ മാത്രമല്ല, മറ്റവരെ ഒന്ന് പഠിപ്പിക്കാനായിട്ടാണ്. നിങ്ങളെല്ലാം എന്റെ കൂടെ നിന്നില്ലേ, വല്ലതും സംഭവിച്ചു. Did anything happen to you? You have been touching. You have touched me more. Bodily contact was more than this lady. But did anything happen? ഒരു ശക്തി കേന്ദ്രമായ ഒരു യേശുവിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് അത്രയും പേർക്ക് ഒന്നും സംഭവിച്ചില്ല. വിശ്വാസത്തോട് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് അവൾക്ക് സുഖം പ്രാപിച്ചു. ഓരോ പ്രാവശ്യവും ആരാധന കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്നു യേശു ഇവിടെ വരുന്നു, യേശു വരുന്നു, അവൻ ഒരിക്കലും മാറ്റില്ല. പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നോക്കുമ്പോൾ ഇത്രയും വലിയ ശക്തി കേന്ദ്രമായ യേശുവിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. മനസ്സിലാക്കണം, ആ ജനക്കൂട്ടത്തെ മുഴുവനും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു അവളെ മുമ്പോട്ട് വിളിച്ചത്. നിങ്ങളെല്ലാം എന്നെ തൊട്ടിരുന്നു, എന്നാ സംഭവിച്ചു? ഒന്നുമില്ല. ഇവൾ വിശ്വാസത്തോടുകൂടെ എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക് സഹായം എന്നുള്ള ആ വിശ്വാസത്തോട് അവൾ കടന്നു വന്നു. ആരെല്ലാം തന്നെ ഓടിച്ചാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ കടന്നു വന്നു. മറ്റവരെന്നെ കുറിച്ച് എന്നാ പറഞ്ഞാലും സാരമില്ല എന്നുള്ള വിശ്വാസത്തോട് അവൾ കടന്നു വന്നു. തൊട്ട്. അതാണ് ദൈവം കാണുന്നത്. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ഞാനും ചർച്ചയിൽ പോയി ഞാനും ആരാധിച്ചു എന്ന് പറയുന്നുണ്ടല്ല. ഈ ശക്തി കേന്ദ്രമായ യേശുവിന്റെ ദൈവത്തിന്റെ ചുറ്റിലും നമ്മൾ തൊട്ട് അടുത്തിരുന്നിട്ടും നമുക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം, വാട്ട്സ് ഹാപ്പനിങ്? ഞാൻ കൂടെ പോയല്ലോ, ആരാധിച്ചല്ലോ, അവർക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചു, എനിക്ക് എന്താ സംഭവിക്കാത്തത് എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, യേശു നമ്മുടെ മധ്യയിലിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ശക്തി കേന്ദ്രമാണ്. സംതിങ് വിൽ ഹാപ്പൻ when you worship. അങ്ങനെ യേശു ആരാധിച്ചപ്പോൾ യേശുവിന്റെ മുഖം പ്രകാശിച്ചു. മുഖം പ്രകാശിച്ച അടുത്ത് എഴുതിയിരിക്കുന്നത് വസ്ത്രം പ്രകാശിച്ചു. ലോകത്തിൽ ഏത് അലക്കുകാരനും അലക്കാൻ സാധിക്കാത്തവണ്ണം അവരുടെ വസ്ത്രം പ്രകാശിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ വസ്ത്രം പ്രകാശിച്ചതിന്റെ കാരണം നമ്മുടെ ഹൃദയം പ്രകാശിക്കുമ്പോൾ അതിന്റെ ഒരു തെളിവ് മുഖത്തിൽ കാണാം. പക്ഷെ ലോകക്കാർ വസ്ത്രം എന്ന് പറയുന്നത് ലോകം നമ്മളെ അറിയണം. ഒരു വെണ്മ വസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു ആരാധിക്കുന്ന മനുഷ്യനാണെങ്കിൽ ലോകക്കാർ അവനെ കാണേണ്ടത് ഇവൻ ഒരു സമാധാന പുരുഷനാണ്. അല്ലെങ്കിൽ ലോകത്തോട് നമുക്ക് അറിയിക്കാനുള്ള ഒരു മെസ്സേജ് ഉണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് ചിന്തിക്കാം, ബട്ട് ഐ ആം അറ്റ് പീസ് വിത്ത് യു. ഞാൻ ആരാധിച്ചിട്ട് വരികയാണ്, എന്റെ മനസ്സിലിരിക്കുന്ന വിദ്വേഷം എല്ലാം മാറിക്കഴിഞ്ഞു. I have no more problems with you. I am at peace with you. വൈറ്റ് എന്ന് പറയുന്നത് പീസ്. I am at peace with you. ലോകത്തോട് നമ്മൾ പറയാം എല്ലാ മനുഷ്യരോടും കഴിയുന്നെങ്കിൽ സമാധാനമായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ സമാധാനം. അപ്പൊ നമ്മൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നടക്കുന്ന സംഭവം ദൈവവുമായിട്ട് നമ്മൾ നിറപ്പ് പ്രാപിക്കുന്നു, ലോക ജനങ്ങളുമായിട്ട് നമ്മൾ റീകൺസൈൽ ആകുന്നു. ഇത് നടക്കണം, ഓരോ ആരാധനയിൽ നടക്കണം. വിദ്വേഷങ്ങളോ പ്രയാസങ്ങളോ ഏതെങ്കിലും മനസ്സിൽ വെച്ചിട്ട് വർഷങ്ങളായിട്ട് അത് കരുതിക്കൊണ്ട് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഒരിക്കലും ആരാധന എന്ന് പറയുന്നത് ശരിയാകത്തില്ല. ഫസ്റ്റ് ആരാധനയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കയ്യിന്റെയും ആബേലിന്റെയും ആരാധന, പലർക്കും ഇത് ഭയങ്കര ഡിബേറ്റാണ്. ദൈവത്തിന് നോൺ വെജിറ്റേറിയനെ ഇഷ്ടമുള്ളൂ, വെജിറ്റേറിയൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആബേലിനെ അംഗീകരിച്ചു, കയ്യിനെ അംഗീകരിച്ചില്ല എന്ന് തുടങ്ങി എല്ലാം പറഞ്ഞാലും നമ്മൾ ആ ഭാഗം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ യാഗവസ്തുവുമായിട്ട് ആബേൽ വന്നപ്പോൾ ദൈവം ആബേലെയും അവന്റെ കയ്യിലുള്ളതിനെയും കണ്ടു. അതായത് അതിനെ ആദ്യം കണ്ടത് ആബേലെ കണ്ടു. പലരും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് പലരും കാണുന്നു, കയ്യിലോ പർസിലോ പോക്കറ്റിലോ എന്താ ഉള്ളതെന്ന് പലരും കാണും. പക്ഷെ ദൈവം കാണുന്നത് നിന്നെയാണ്, നിന്റെ ഹൃദയത്തെ. ദൈവം ആബേലിന്റെ ഹൃദയം കണ്ട് ദൈവത്തിന് അത് അംഗീകാരമായതുകൊണ്ട്
ഞാൻ പറയട്ടെ, അന്ന് ആബേൽ എന്തുകൊണ്ട് വന്നിരുന്നെങ്കിലും ദൈവം സ്വീകരിക്കും. അടുത്ത് കൈൻ വരുന്നു. പിന്നെയും വേദപുസ്തകം നിങ്ങൾ പോയി വായിച്ചു നോക്കുക. ദൈവം കൈനെയും അവന്റെ കയ്യിലുള്ളതെയും കണ്ടു. അപ്പൊ കൈൻ എന്തുകൊണ്ട്, കൈൻ അന്ന് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാലും ദൈവം അംഗീകരിക്കത്തില്ല. കാരണം ദൈവം കൈനെ കാണും. ദൈവം ആദ്യം കാണുന്നത് നിന്നെയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നീ ആരാധിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് നിന്നോട് എന്ത് പ്രയാസമുണ്ടെന്ന് തോന്നിയാലും നിന്റെ യാഗവസ്ഥ അവിടെ വെച്ചിട്ട് നിറപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് യാഗം അർപ്പിക്കുക. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. അപ്പൊ ദൈവം ആദ്യം കാണുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മൾ കണ്ണീരൊഴിക്കാലും പാടിയാലും മലയിൽ ആശ്രയിച്ചാലും വിയർത്താലും എല്ലാം ദൈവം കാണുന്ന ഹൃദയത്തെയാണ്. ആ ഹൃദയത്തിന്റെ നിലവാരം. ദൈവം ആബേലിനെ കണ്ടപ്പോൾ എന്ത് കണ്ടു? ഒരു നിർമ്മല ഹൃദയത്തെ. ആബേൽ നിർമ്മലമായ ഹൃദയമുള്ളവൻ എന്നുള്ളതിന്റെ തെളിവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കൈൻ അവനോട് പറയാം, വാ നമുക്കൊന്ന് നടക്കാൻ പോവാം. കൈൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം ഇവനെന്തോ ദുഷ്ടചിന്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഓടി പോകാമായിരുന്നു. അവനൊരു ചെറിയ തൻ്റെ സഹോദരനെ അനുസരിച്ച് അവൻ്റെ കൂടെ പോകുന്നു, കൊല്ലപ്പെടുന്നു. നിർമ്മല ഹൃദയത്തെയാണ് ദൈവം കാണുന്നത്. കൈയിനെ ദൈവം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിലെല്ലാം എന്നാ കണ്ടു? പലരും വിചാരിക്കുന്നത് ദൈവം ആബേലിന്റെ ആരാധനയെ അംഗീകരിച്ചപ്പോൾ കൈയിന് വളരെ അസൂയ ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇല്ല, അവിടെ വരുന്നതിന് മുമ്പേ, ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ ഈ കൈയിന്റെ ഹൃദയം ദൈവത്തിന് ഇഷ്ടമില്ലാതിരുന്നു. ഹൃദയത്തിന്റെ ചിന്തകൾ. അതിന്റെ തെളിവ് എന്താണെന്നറിയാം? ആദ്യം ആബേൽ പോകുന്നു, ആരാധിക്കുന്നു, ദൈവം അംഗീകരിക്കുന്നു. കൈയിന് ആബേലിനെ ഇഷ്ടമാണെങ്കിൽ എന്നാ സംഭവിച്ചിരിക്കണം? എന്റെ അനിയന്റെ വർഷിപ്പിനെ ദൈവം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചിരിക്കണം. അല്ല, ഒരു സഹോദരനേ ഉള്ളൂ, ഇല്ലയോ? അവൻ സന്തോഷിച്ചിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ പിള്ളേരൊന്ന് പറഞ്ഞു എനിക്ക് സ്റ്റേറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. എന്നാൽ നമുക്ക് ഒരു ഇഷ്ടമില്ലാതെ നമ്മൾ വെറുക്കുന്ന ഒരാൾക്ക് ഒരു ലോട്ടറി വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും. ഓ, അവന് ലോട്ടറി വീണു എന്നാൽ നമ്മൾ സന്തോഷിക്കാന്ന് പറയണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അത്ര ഒരു ഹൃദയത്തിൽ ഒരു സന്തോഷം തോന്നത്തില്ല. കൈൻ ആബേലിന്റെ ആരാധനയെ ദൈവം അംഗീകരിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? അതിനു മുമ്പേ അവനും ആബേലുമായിട്ട് പകയുണ്ടായി. സംതിങ്. ആ പകയും വെച്ചുകൊണ്ടാണ് ഈ ആരാധനയിൽ കടന്നു വരുന്നത്. അവനെ കണ്ട ദൈവം അവന്റെ കയ്യിലുള്ളത് ഒന്നും അംഗീകരിച്ചില്ല. ആബേലിന് അതുപോലെ പകയുണ്ടായിരുന്നെങ്കിൽ കയ്യിൽ വിളിച്ചു പോകാൻ പോകത്തില്ലായിരുന്നു. ഓ, നിന്റെ കൂടെ ഞാൻ വരത്തില്ല, നിന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞ് കൈയിന്റെ ആ ദുഷ്ട മനസ്സും ആബേലിന്റെ നിർമ്മല ഹൃദയമാണ് ആ ആരാധനയെ വ്യത്യാസപ്പെടുത്തിയത്. അതേ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ നിലവാരത്തിൽ ആലയത്തിൽ വന്നാലും മനസ്സിലാക്കണം, മുട്ടുകുത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് ആദ്യം നോക്കുന്നത്. ഹൃദയത്തിന്റെ നിലവാരമാണ് ആദ്യം നോക്കുന്നത്. ആ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് ഇടപെടാൻ പോകുന്നത്, നമ്മുടെ ആരാധനയെ അംഗീകരിക്കാൻ പോകുന്നത്. നമ്മളെ ദൈവം തൊട്ട് നമ്മുടെ അന്ന് ആ കൈയിനോട് ദൈവം പറയുന്നു, ഇനി ഏറ്റു പറഞ്ഞ് ഇത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നന്മ ലഭിക്കുമായിരുന്നു. പാവം നിന്റെ വാതിക്കൽ കിടക്കണം, എന്തിനാ നീ അത് വെച്ചുകൊണ്ട് നടക്കുന്നു എന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വിട്ട് ആരാധനയുടെ സന്തോഷത്തോട് നമുക്ക് മടങ്ങി പോകാൻ സാധിക്കും. ഇതാണ് ആരാധന എന്ന് പറയുമ്പോൾ ഒരു കാര്യം. യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വലിയ ഭാവമൊന്നുമില്ല, ആരോടും വിദ്വേഷം ഇല്ലെങ്കിലും എന്നാ സംഭവിക്കും? നമ്മുടെ ഹൃദയം മുഖം പ്രകാശിക്കണമെങ്കിൽ, ഹൃദയം കുറച്ചും കൂടെ ഒരു വ്യത്യാസപ്പെടണമെങ്കിൽ, ദൈവത്തെ നമ്മൾ ആരാധിച്ചുള്ള സന്തോഷത്തോട് മടങ്ങി വരണമെങ്കിൽ ഒരു കാര്യം അറിയും, നമ്മുടെ ഹൃദയം ദൈവം ഇന്ന് എന്നോട് എന്ത് സംസാരിച്ചാലും അതിന് ഞാൻ അനുസരിക്കും, ദൈവഹിതത്തിന് ഞാൻ വഴങ്ങും എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്ന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്താൽ അതാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ മുഖത്തിൽ സന്തോഷം വരുത്തുകയും ആരാധനയുടെ സന്തോഷം നമുക്ക് ലഭിക്കും. ഇന്ന് തീരുമാനിച്ചു, ദൈവമേ ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് ഞാൻ അനുസരിക്കുമെന്ന്. നിങ്ങൾക്കറിയാമോ, ആരാധന എന്ന് പറയുന്ന ഫസ്റ്റ് വേർഡ് വേദപുസ്തകത്തിൽ വരുന്നത് ഈ കൈനും ആബേലും ആരാധിച്ചു. പക്ഷെ ആരാധന എന്ന് ഫസ്റ്റ് വേദപുസ്തകത്തിൽ ഒറിജിനൽ ട്രാൻസ്ലേഷനിലെ കിങ് ജെയിംസ് വേർഷനിൽ വരുന്ന ഒരു ഭാഗമുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അബ്രഹാം ബാല്യക്കാരോട്
നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പേ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഞാനും ബാലനും അവിടെ പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. We will go yonder and worship and come back. ഈ വർഷിപ്പ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ വരുന്നത് ഈ ജെനസിസ് 22. മലയാളത്തില് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ അവസാനത്തില് സേത്തിന്റെ പുത്രന്മാർ ജനിച്ച സമയത്ത് ജനങ്ങൾ ദൈവത്തെ ആരാധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഒറിജിനൽ ട്രാൻസ്ലേഷനിലോ മറ്റേ ട്രാൻസ്ലേഷനിലോ അവർ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കാം, എന്നാ വ്യത്യാസം? അതിനു മുമ്പ് ആരും ദൈവത്തെ ആരാധിച്ചില്ലെന്നല്ല പറയുന്നത്. വേദ പണ്ഡിതന്മാർ പറയുന്നു, തിയോളജിയൻസ് പറയുന്നു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വേദപുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ വാക്ക് വേദപുസ്തകത്തിൽ എവിടെ ആദ്യം വരുന്നോ അതിനൊരു സ്പെഷ്യൽ ആരാധിക്കാൻ പോയതാണ്. എല്ലാം ശരിയാണ്. പക്ഷെ ആരാധന എന്ന് പറയുന്ന വാക്ക് ഇവിടെ വരാൻ നമ്മൾ അത് പരിശോധിച്ച് നോക്കിയാൽ ദൈവം എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് ഇത്രയും ജനങ്ങൾ ദൈവത്തെ ആരാധിച്ചിരുന്നെങ്കിലും ഈ ഒരു ഭാഗത്ത് ആരാധിച്ചു, ആരാധന എന്ന് പറയുന്ന ആ വാക്ക് ഇടാനുള്ള കാരണം ആബ്രഹാം പറയാണ്, ഞാൻ പോയി ആരാധിച്ചിട്ട് വരാം. നമ്മൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്, എവിടെ പോകുന്നു? ആരാധനയ്ക്ക് പോകുന്നു. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്നാ കാണുന്ന അറിയാം. നമ്മുടെ ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം. ജനങ്ങൾ വരും, നമ്മൾ പ്രാർത്ഥിക്കും, പാട്ടുപാടും, സങ്കീർത്തനം വായിക്കും, എല്ലാം അറിയാം. പാട്ടുണ്ട്, എല്ലാം നല്ലതാണ്. പ്രാർത്ഥന, ടെസ്റ്റിമണി, ഓഫർ എല്ലാം നല്ലതാണ്. അപ്പൊ ആരാധനയുടെ ഒരു സെറ്റ് നമുക്കറിയാം. അതാണ് ആരാധന എന്ന് പറയുന്നത്. പക്ഷേ ആബ്രഹാം വന്ന് പോയപ്പോൾ അവിടെ പാട്ടില്ല, പ്രാർത്ഥനയില്ല, സ്വോത്രാഴ്ചയില്ല, ഡ്രമ്മില്ല. ഇത് ഒന്ന് ഇന്ന് നമ്മുടെ ആരാധനയിൽ എന്തെല്ലാം ഉണ്ടോ അത് ഒന്നും അവിടെ ഇല്ല. എന്നാലും ആബ്രഹാം പറയുന്നു, ഞാൻ പോയി ആരാധിച്ചിട്ട് I'll go and worship and come back. അപ്പൊ ഫസ്റ്റ് ഇത് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആരാധനയ്ക്കായിട്ട് ഞാൻ പോകുന്നു എന്ന് ധൈര്യമായിട്ട് ഒരു മനുഷ്യൻ പറയാൻ അതിന്റെ വ്യവസ്ഥ എന്നാണെന്നറിയാമോ? ആ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്, ഒരു ദിവസം ദൈവം ആബ്രഹാമെ എന്ന് വിളിച്ചു. ആബ്രഹാമെ എന്ന് തന്റെ പേര് ചൊല്ലി ദൈവം വിളിക്കുന്നത് ആബ്രഹാം കേട്ടു. അപ്പം അങ്ങനെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്ന ഒരു മനുഷ്യനാണ് ധൈര്യത്തോട് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത്. കാരണം ദൈവം, യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ലാസറുടെയും ധനവാന്റെയും കഥയിൽ യേശു എത്രയോ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റ ഉപമയിൽ മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു ഉപമയിലും പേര് പറഞ്ഞിട്ടില്ല. ഒരു ജോലിക്കാരി, ഒരു ധനവാൻ, അങ്ങനെയെല്ലാം പറഞ്ഞതല്ലാതെ ഒരേ ഒരു ഉപമയിൽ മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ. ആ ഉപമ വളരെ അത്യാവശ്യം. നമ്മൾ മറ്റേ ഉപമകൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാക്കണം. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് 2 പേര് ജീവിച്ചു, 2 പേര് മരിച്ചു. നമ്മൾ അതുപോലെ തന്നെ ജീവിക്കും, മരിക്കും. പക്ഷെ 2 പേര് 2 സ്ഥലത്താണ് പോയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഏത് സ്ഥലത്താണ് നമ്മൾ പോകേണ്ടത്. ഇത് രണ്ടിനും ഒരു ഓഫർ ചോയ്സ് കൊടുത്താൽ നമ്മൾ തീർച്ചയായിട്ടും സ്വർഗ്ഗലോകത്തിൽ പരദീസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് യോഗ്യത ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം. പലർക്കും അറിയാം ധനവാൻ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയത്. ധനവാൻ നരകത്തിൽ പോയി പറയാ, എന്നെ ഒന്ന് വിട്ടേര്, ഞാൻ പോയി എന്റെ സഹോദരന്മാരോട് പറയാം, അവരെങ്കിലും മാനസാന്തരപ്പെടും. അപ്പൊ ധനവാൻ ലാസർ എങ്ങനെ സ്വർഗത്തിൽ പോകും? ചുരു പിടിച്ചിരുന്നോണ്ടോ? ലാസറിന് ഭയങ്കര ചുറിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാം എഴുതി വയ്ക്കാം, ചുറി ഉണ്ടാക്കും തല തൊട്ട് കാല് വരെ. ഒരു കാര്യം അഷ്യൂർഡാണ്, സ്വർഗത്തിൽ പോകും. ഒരു ബോണസ് ആയിട്ട് നക്കാൻ പട്ടി വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇതൊന്നും കൊണ്ടല്ല. ലാസർ പാവപ്പെട്ടനായിരുന്നുകൊണ്ടോ, പിച്ച എടുത്തത് കൊണ്ടോ, ഇവന്റെ മേശയിൽ നിന്ന് വീഴുന്ന പൊടി തിന്നത് കൊണ്ടോ, പരുക്കട്ടുണ്ടായിരുന്നുകൊണ്ടോ, പട്ടി നക്കിയത് കൊണ്ടോ ഒന്നും അല്ല ലാസർ സ്വർഗത്തിൽ പോകും. പിന്നെ ലാസർ എന്നാ ചെയ്തിട്ടാ സ്വർഗത്തിൽ പോകും? ഒരേ ഒരു കാരണം, യേശു അവന്റെ പേര് പറയുന്നു. ധനവാന്റെ പേര് യേശു പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പട്ടണത്തിലെ വലിയ ധനവാന്മാരുടെയും വലിയ ആൾക്കാരുടെയും സ്പെഷ്യലിസ്റ്റിന്റെയും മിനിസ്റ്റേഴ്സിന്റെയും അവരുടെ പേരെല്ലാം നമുക്കറിയും. എത്ര പിച്ചക്കാരുടെ പേര് നമുക്കറിയും ഇല്ലേ? ഒരു പട്ടണത്തിലെ പിച്ചക്കാരന്റെ പേര്, ഹലോ സാർ, നിങ്ങളുടെ അഡ്രസ് കൊടുക്കാവോ, ഇമെയിൽ കൊടുക്കാവോ, നമ്മൾ ഒരു പിച്ചക്കാരനോട് ചോദിക്കുന്നില്ല, ഇല്ലയോ? പക്ഷേ ദൈവം, ഇവൻ ഇത്രയും വലിയ ധനവാനാണെങ്കിലും ദൈവത്തിന് കാര്യമൊന്നുമില്ല. ദൈവം അവൻ ചേർത്ത് എടുത്തോണ്ട് പോയി. ഇത്ര. പക്ഷെ ലാസർ പേര് ജീവപുസ്തകത്തിലുണ്ട്. യേശു പറയുന്നു, വേറെ ഏതോ ഒരു ഉപമയിലും പറയാതെ ഇവന്റെ പേര് ലാസർ പറയുന്നു. യേശു പറയുന്നതിന്റെ കാരണം, അവന്റെ പേര് യേശു ഓർത്തതിന്റെ കാരണം,
യേശു അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു കാരണം, ഈ പ്രശ്നങ്ങളുടെ മധ്യയിൽ ഏതോ ഒരു സമയം അവൻ തൻ്റെ പാവങ്ങൾക്കായി മനസ്താപപ്പെട്ട് ഏറ്റുപറഞ്ഞ് ദൈവമായി നിറപ്പ് പ്രാപിച്ച് ദൈവപൈതലായി. അന്ന് അവൻ്റെ പേര് യേശു ആണ്. അതുകൊണ്ട് അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ പരദീസിലേക്ക് പോകും. അപ്പോൾ മനസ്സിലാക്കണം, കർത്താവ് ലോകത്തിലുള്ള എല്ലാവരുടെ പേര് വേണമെങ്കിൽ കർത്താവിന് അറിയാം. കർത്താവിന് മെമ്മറി പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ കർത്താവ് ഓർക്കുന്നത് അവൻ്റെ പുത്രന്മാരെയാണ്. എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി. അവ ആരാധനയ്ക്ക് യോഗ്യനാകണമെങ്കിൽ ഞാൻ പോയി ആരാധിച്ചിട്ട് വരാമെന്ന് ആബ്രഹാം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആബ്രഹാമേ എന്ന് ദൈവം വിളിച്ചു. നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ആരാധനയ്ക്ക് യോഗ്യനാണ്. അതാണ് ഫസ്റ്റ്. പക്ഷെ അതോട് നിൽക്കുന്നില്ല. ദൈവം നമ്മളെ അറിയുന്നത് മാത്രമല്ല, ആരാധനയ്ക്ക് നമ്മളെ യോഗ്യനാക്കുന്ന ദൈവം ആബ്രഹാമേ എന്ന് വിളിച്ചിട്ട് അടുത്ത് പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ കൊണ്ടുപോയി ഞാൻ കാണിക്കുന്ന മലയില് നീ എന്നാ ചെയ്യണം? ഒരു യാഗമാക്കണം. ദൈവം എപ്പോഴും സംസാരിക്കുമ്പോൾ നല്ലതേ സംസാരിക്കുമെന്ന് മാത്രം അല്ല, നല്ലതല്ല, നമുക്ക് ഇഷ്ടമായതേ സംസാരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. ദൈവം സംസാരിക്കുമ്പോൾ നല്ലത്, നമുക്ക് ഇഷ്ടമായതും പറയാം, ചിലപ്പോൾ പ്രശ്നമായതും പറയാം. അതും കേൾക്കാൻ തയ്യാറായിരിക്കും. ആബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ ദൈവം വിളിച്ചല്ലോ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഇത് അടുത്ത് വരുന്നത് കേട്ടോ. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, അല്ലെ? ഏറ്റവും പ്രയാസം. ആബ്രഹാമിന് അപ്പോൾ ഒരു ചോയ്സ് കൊടുത്തിരുന്നെങ്കിൽ നിന്റെ സ്വത്ത് ധനവും എല്ലാം നഷ്ടപ്പെട്ടു പോകും, നിന്റെ മകൻ മാത്രം ഇരിക്കുകയാണെങ്കിൽ അവൻ പറയാം അത് മതി, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ, വാഗ്ദത്ത പുത്രനെ കൊണ്ട് യാഗമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് സാധാരണ എന്നാ സംഭവിക്കും? നമ്മുടെ കയ്യിൽ പേന കൊടുത്ത് അടുത്ത വാക്യം എഴുതുന്ന പറഞ്ഞാൽ നമ്മൾ പറയും, ആബ്രഹാമിന് ഒരു ഭയങ്കര ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു, കിടന്ന് ഉരുളുകയായിരുന്നു, നിലവിളിച്ച് ആൾക്കാരെല്ലാം കൂടി ICU കൊണ്ടുപോയി, 3 ദിവസം സംസാരിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ആകപ്പാടെ ദുഃഖത്തിലായിരുന്നു എന്നെല്ലാം എഴുതി. പക്ഷെ അതൊന്നും എഴുതിയിട്ടില്ല. ആബ്രഹാമിന് ഇതൊന്നും ഇല്ലാതെ കാരണമൊന്നുമല്ല, എല്ലാം ഉണ്ടായിരിക്കും, എവരിത്തിങ് വാസ് ദേർ. ബട്ട് പരിശുദ്ധാത്മാവ് റെക്കോർഡ് ചെയ്ത് എന്താണെന്നറിയോ? അതാണ് ഏറ്റവും. നിങ്ങൾ അതിന്റെ അടുത്ത വാക്യം എന്ന് പറഞ്ഞേ, വായിച്ചേ, 22-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക അരുളി ചെയ്തു. അടുത്ത വാക്യം. അബ്രഹാം അധികാലത്തെ മതി, നമ്മൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു വിടും. പക്ഷെ ആ വാക്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആബ്രഹാം അതികാലയിൽ എഴുന്നേറ്റു യാത്ര ചെയ്യാൻ തുടങ്ങി. പിള്ളേരോട് പറഞ്ഞാൽ നാളെ കാലത്തെ പിക്നിക്കാണ്, ഇവിടെ പോകുന്നെന്ന് പറഞ്ഞാൽ 4 മണിക്ക് എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ 2 മണി തൊട്ടേ മമ്മി മണി എത്ര എഴുന്നേറ്റിരിക്കാം. നാളെ പരീക്ഷയാണെന്ന് പറയുന്നു. 7:30 മണിക്ക് കോളറും പൊക്കി മുഖത്തിൽ വെള്ളം തുടച്ച് ഒരു ബിസ്ക്കറ്റും വായനകത്ത് ഇട്ട് അവനെ കൊണ്ട് ബസ്സിൽ ഇരുത്താൻ ഇല്ലേ? ഇതേ പയ്യൻ തന്നെ. എന്തെങ്കിലും നമുക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്തെ എഴുന്നേക്കും. പക്ഷെ ആബ്രഹാമിനോട് ദൈവം എന്നാ പറഞ്ഞു? നിന്റെ മകനെ കൊണ്ട് അവിടെ യാഗം നടപ്പിക്കും. പക്ഷെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബീഡിയൻസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ്. ഇത്രയും വലിയ കഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവിടെ ആബ്രഹാമിന്റെ ഹൃദയവേദന ഉണ്ടായതോ, അവൻ കണ്ണീർ വാർത്തതോ, കഴിക്കാണ്ടിരുന്നതോ ഇതൊന്നും അവിടെ എഴുതാതെ ദൈവം പറഞ്ഞിരിക്കുന്ന അതികാലത്തെ എഴുന്നേറ്റ്. First thing to do is to obey God. അതാണ് മനസ്സിലാക്കുക. അങ്ങനെ ദൈവത്തെ അതുപോലെ ഇത്രയും പ്രയാസമുള്ള കാര്യമാണ്. അബ്രഹാമേ, അവിടെ നീ മോറിയ മലയിൽ പോയാൽ നിനക്ക് വേണ്ടി അവിടെ ഒരു നിക്ഷേപം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് ഓടി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിന്റെ മകനെ കൊണ്ട് അവിടെ യാഗം അർപ്പിക്കും എന്ന് പറയുമ്പോൾ അതികാലത്തെ എഴുന്നേറ്റ്. That speaks volumes about Abraham's obedience. എത്ര പ്രശ്നമാണെങ്കിലും ദൈവം കൽപ്പിച്ചു, ഞാൻ അനുസരിക്കും. ദൈവം പറഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ കാലത്തിലാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ്. ആലോചിക്കാം, ഭാര്യയോട് ചോദിക്കാം, എൻ്റെ പാസ്റ്ററോട് ചോദിക്കാം, റിട്ടയർ ആകുമ്പോൾ പോകാം, കുറച്ചു കാലം ഉപേക്ഷിച്ച് നോക്കാം ദൈവം മാറുമോ എന്ന്. ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നുമില്ല. ദൈവം പറഞ്ഞാൽ ഒരു ചോയ്സ് അനുസരിക്കുക. ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഏതെങ്കിലും ഒരു ജന്തു ലോകത്തുണ്ടെങ്കിൽ മനുഷ്യനാണ്.
കാരണം ഏതെങ്കിലും മൃഗത്തോട് ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നിട്ട്. നോവ ആർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയത് വലിയ കാര്യമാണ്. പക്ഷെ നോവ എപ്പോഴും വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി, അതെല്ലാം ശരി, ഈ മൃഗങ്ങളെ രണ്ടായിട്ട് പിടിച്ച് ഇതിനകത്ത് എടുത്ത് നടക്കുന്ന കാര്യമാണ്. രണ്ടായിട്ട് പിടിച്ചു വിടണം, അതിന് ഇഷ്ടമുള്ളത് ഇരിക്കണം. പക്ഷെ ഒന്നിൻ്റെ അടുത്ത് മറ്റൊന്ന് ഇരിക്കുമോ നമുക്കറിയത്തില്ല. 10 പാസ്റ്റർമാരെ ഒരുമിച്ച് ഇരുത്താൽ തന്നെ എന്നെ പ്രയാസം. ഉള്ള മൃഗങ്ങളെല്ലാം ഇതിനകത്ത് ഒന്നിച്ചിരുത്തത് എന്ത് പ്രയാസം. ദൈവം പറഞ്ഞ അത് യുളും ബോധന പോയിട്ട് നീ പെല്ല് ചെയ്താൽ മതി. കർത്താവ് കഥ തുറന്നു വെച്ചിട്ട് രണ്ടായിട്ട് കയറി, മൂന്നാമത്തെ കയറിയതേ ഇല്ല, രണ്ടായിട്ടെല്ലാം കയറി. ഒരു പ്രശ്നമില്ല, വളരെ കംഫർട്ടബിളാണ്. പുലിയാണെങ്കിലും ആടാണെങ്കിൽ അടുത്തടുത്തിരിക്കുന്ന ഒരു പ്രശ്നമില്ല. ദൈവം കൽപ്പിച്ചു. ദൈവം ഒരു തിമിംഗലത്തോട് കൽപ്പിച്ചു, ഒരുത്തൻ വരും, പിന്മാറ്റക്കാരൻ, അവനെ എറിയുമ്പോൾ വായ് തുറന്ന് അങ്ങനെ വിഴുങ്ങിക്കൊള്ളണം. അപ്പോൾ തിമിംഗലം പറയുകയാണ്, അവൻ പിന്മാറ്റക്കാരനല്ലേ, തല മാത്രം കടിച്ച് ഇങ്ങനെ വെച്ചേക്കാം, അത് അവന് പറ്റിയ ശിക്ഷ. അങ്ങനെ കൊടുക്കണം ദൈവം. അങ്ങനെ അവൻ കിടക്കുന്നു, പടയ്ക്കണം. ഇവൻ വയറ്റിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ നമുക്ക് പ്രശ്നം. ഇവനെന്തിനാ ഞാൻ കൊണ്ട് നടക്കേണ്ടത് എന്ന് ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തോട് വേണമെങ്കിൽ കൽപ്പിക്കാനാണ്. ദൈവം പറയും വായ് തുറന്നു, അവൻ അകത്ത് പോകും. അതുപോലെ വിഴുങ്ങി. ഇവനെ 3 ദിവസം പുള്ളി അതിനകത്ത് നടന്നും പോയും എന്തൊരു പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കും. ഈ പിന്മാറ്റക്കാരനെ ഞാൻ പൊക്കിക്കൊണ്ട് നടക്കണം എന്ന് വിചാരിച്ചു. എന്നാൽ ദൈവം വായ തുറക്കാൻ പറഞ്ഞപ്പോൾ തുറന്നു, കംപ്ലീറ്റ് തുറന്നു. ദൈവം വായ അടയ്ക്കാൻ വേറൊരുനോട് പറഞ്ഞു, സിംഹത്തോട് പറഞ്ഞു, ദാനിയേൽ വന്നു വിടും, ഷട്ട് അപ്പ് യുവർ മൗത്ത്. സിംഹം എല്ലാം വായ അടച്ചിരുന്നു. കാക്കയോട് പറഞ്ഞു, ഏലിയാവ് കൊണ്ടുപോയി ആദ്യം നിനക്ക് കിട്ടുന്ന ഇറച്ചി കൊടുത്തേക്കണം. ക്ഷാമമുള്ള ദേശമാണ്, ഒരുത്തിനും ഇറച്ചി തിന്നത്തില്ല, വല്ലവനും ഇറച്ചി തിന്ന് അറിയാതെ ഒരു തുണ്ട് താഴെ വീഴുന്ന കിട്ടുന്നത് തന്നെ പ്രയാസമാണ്. ഈ സമയത്ത് ഞാൻ മുഴുവനും പട്ടിണി കിടക്കണം, ആദ്യത്തെ ഞാൻ കഴിച്ച് രണ്ടാമത് വേണമെങ്കിൽ കൊടുക്കാം എന്ന് കാക്ക പറഞ്ഞു. നമ്മളാണെങ്കിൽ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മൃഗത്തോട് ദൈവം പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കും. അനുസരിക്കാത്ത ഒരേ മൃഗം നമ്മളാണ്. നമ്മുടെ ദൈവത്തിന് ആലോചന പറയാം, ദൈവം തെറ്റ് പറ്റിയോ, ശരിക്കും ആലോചിച്ചില്ലയോ, ഗബ്രിയേലിനോട് ചോദിച്ചായിരുന്നു എന്നെല്ലാം നമ്മൾ ദൈവത്തോട് ചോദിക്കും. God says the only response is obey. ഇങ്ങനെ ഒബീഡിയന്റ് പീപ്പിളിലാണ് നൽമനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. ഞാൻ സാധാരണ വെറുതെ ഈ ഡോക്ടർമാരുടെ ഈ എക്സാമിനേഷൻ ടേബിളിൽ ഒരു ഹാമർ വന്ന് വെച്ചിരിക്കും. കണ്ടിട്ടുണ്ട് ഹാമർ? എന്തിനാന്ന് നമ്മളെ അടിക്കാനല്ല, ഇത് കാലിലിങ്ങനെ തട്ടും, റിഫ്ലക്സ് നോക്കാനായിട്ട്. അത് ഈ കാലിലിങ്ങനെ തട്ടുമ്പോൾ ഉടൻ തന്നെ കാലിങ്ങനെ നീടണം, അതാ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അല്ലാതെ കാലിങ്ങനെ മുട്ടിയിട്ട് ഡോക്ടർ പറയാം അവിടെ നിൽക്കുക, ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാൻ പല സംഭവിക്കുമെന്നോ. അല്ല, ഡോക്ടർമാർക്ക് ആർക്കും സംശയത്തില്ല, ഇത് പുറകോട്ട് പോകുമോ, ഇങ്ങനെ അടിക്കുമോ, എൻ്റെ തലയിൽ വരുമോ, ഇതൊന്നും സംശയമൊന്നുമില്ല. എന്നാ വരുമെന്ന് പറയുമ്പോൾ ഒരു റിഫ്ലക്സ്. അതാണ് ദൈവം നമ്മളോട് പറയുമ്പോൾ നമുക്ക് കാണിക്കുക. ദൈവം പറഞ്ഞു യെസ് 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 ഐ വിൽ. ഇതില്ലെങ്കിൽ, ഈ കാലിങ്ങനെ നീണ്ടില്ലെങ്കിൽ എന്നാ അർത്ഥം തന്നെയാവോ? എവിടെയോ നെർവസ് സിസ്റ്റത്തിൽ പ്രശ്നമുണ്ടെന്നാണ്. ദൈവം പറഞ്ഞിട്ടും അനുസരിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. അവിടെ ദൈവം പറഞ്ഞിട്ട് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ കേടാ. അപ്പൊ ദൈവം പറഞ്ഞ ഒരേ റെസ്പോൺസ് യെസ്. ആബ്രഹാമിന് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും തൻ്റെ ഏകജാതനായ പുത്രനെ കൊണ്ടുപോയി യാഗം എന്ന് പറഞ്ഞപ്പോൾ അതികാലത്തെ എഴുന്നേറ്റ് സ്നാനപ്പെടുന്ന പറഞ്ഞതെല്ലാം കറക്റ്റാ, വേറെ പുസ്തകത്തിൽ കറക്റ്റാ. ഒരു 5 വർഷം കൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞ് എത്ര പേര് മാറ്റിവെക്കുന്നു? അറിഞ്ഞിട്ട്, ദൈവവചനമെന്ന് അറിഞ്ഞിട്ട് എത്ര വർഷങ്ങൾ മാറ്റിവെക്കുന്നു? വർഷങ്ങൾ മാറ്റിവെക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? വല്ലതും സംഭവിക്കും. നമുക്ക് ആബ്രഹാമോട് ദൈവം പറയുന്നു, നീ 3 ദിവസം യാത്ര ചെയ്ത് ആ മോരിയ പ്രദേശത്തിലേക്ക് കടന്നു പോകണം. ആ 3 ദിവസത്തില് എന്തിനു കൊടുക്കുന്നേ? To see that you stand firm, you don't come back. ദൈവം പറഞ്ഞു, I am going towards that. No change. ആ ഒരു ചിന്ത, അതാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളെ അതുപോലെ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ഇല്ലാതെ നമ്മൾ സമയം ചോദിക്കുന്നു, മാറ്റിവെക്കാൻ ചോദിക്കുന്നു, പ്രാർത്ഥിച്ചു നോക്കുന്നു, മാറുമോ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല. ദൈവം പറഞ്ഞാൽ അനുസരിക്കണം. ആബ്രഹാം പറയുന്നു, ഞാൻ പോയി ആരാധിച്ചിട്ട് മടങ്ങി വരാം. അതിന് കാരണം God told him something, he is obeying. നൽമനസാക്ഷിയോട് വരുന്നവർ മാത്രമേ ആരാധിക്കുവാൻ സാധിക്കൂ. ദൈവം പറഞ്ഞ
കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരു നൽമനസാക്ഷിയോട് ആരാധിക്കാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു. മോശയും ഏലിയായും അവിടെ വരുന്നു. എങ്ങനെ ആബ്രഹാമിനോട് ദൈവം പറയാണ് നിന്റെ മകനെ കൊണ്ട് അവിടെ യാഗമായിട്ട് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞതുപോലെ മോശയും ഏലിയായും വന്ന് യേശുവോട് പറഞ്ഞിട്ട് പലസ്തീനയിൽ മഴയുണ്ടോ എന്ന് അവിടുത്തെ കാലാവസ്ഥ ഒന്നും അന്വേഷിച്ചില്ല. അവർ വന്നത് ഒരു ഷെഡ്യൂളോടാണ്. അടുത്തത് ജെറുസലേമിൽ പോകണം, നീ അനുഭവിക്കാൻ പോകുന്ന ആ കഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. യേശു അത് അങ്ങനെ അംഗീകരിച്ചെന്നുള്ളതിന്റെ തെളിവാണ് അവന്റെ അകം പ്രകാശിച്ചു, അവന്റെ മുഖം പ്രകാശിച്ചു. യേശു ഗെത്സമനെ തോട്ടത്തിലായിരുന്നപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ഗെത്സമനെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അവന്റെ മുഖം വളരെ വേദനയോട്, തമ്മിലുള്ള വ്യാകുലപ്പെട്ട് മനോവേദനയോട് വളരെ പ്രയാസത്തോട് താൻ ആയിരിക്കുന്നു. ശിഷ്യന്മാരോടും ചോദിക്കുന്നു, 1 മണിക്കൂർ എന്നോട് പ്രാർത്ഥിക്കുമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. പക്ഷെ പ്രാർത്ഥിച്ച് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ, എൻ്റെ ഹിതമല്ല തിരുഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം യേശുവിൻ്റെ മുഖത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം മാറി. അതിൻ്റെ ശേഷം അബ്സല്യൂട്ട്ലി കാം. ആരെല്ലാം എന്ത് പറഞ്ഞാലും ശരി, ഒരു പ്രശ്നവും കൂടാതെ യേശു മുമ്പോട്ട് പോകുന്നതാണ് കാണുന്നത്. എപ്പോഴാണ് മനസ്സിലൊരു സന്തോഷം വരുന്നത്? ദൈവം എന്നോട് പറഞ്ഞു, ഞാനത് അനുസരിച്ചു. ഐ ഹാവ് ഒബെയ്ഡ് എന്ന് പറയുമ്പോൾ ആ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് സന്തോഷം, നമ്മളെ ആരാധനയ്ക്ക് യോഗ്യനാക്കുന്നത്. ഏതെങ്കിലും കാര്യം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്പോണിങ് ഈസ് നോട്ട് വാട്ട് ഗോഡ് എക്സ്പെക്ട്സ്. മാറ്റിവെക്കുന്ന അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് അറ്റ് ദ ഏർലിയസ്റ്റ്, അതികാലയിൽ എന്ന് പറയുമ്പോൾ അറ്റ് ദ ഏർലിയസ്റ്റ് അനുസരിപ്പാനായിട്ട് തീരുമാനിക്കുക. ഏത് സമയത്തും നൽമനസാക്ഷിയോട് പറയാം, ഞാൻ ആരാധിക്കാൻ കടന്നു പോകുന്നു. മോശയും ഏലിയാവും പറഞ്ഞത് അങ്ങനെ തന്നെ യേശു ഏറ്റെടുത്തു. കാരണം മലയുടെ താഴെ വന്നതിന് ശേഷം യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന്റെ മുഖം യെരുസലേമിനെ നോക്കിയിരുന്നു. His face was set towards Jerusalem. പിന്നെ ആരെല്ലാം വിളിച്ചാലും അവിടെ പോകരുത്, നിന്നെ കൊല്ലാനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവരും പറഞ്ഞാലും ശരി, His face was set to Jerusalem. His schedule was fixed, orders was given, he accepted that ends the matter. ഇങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പത്രോസ് ഉണരുന്നത്. പത്രോസ് ഉണർന്നപ്പോൾ പത്രോസ് കാണുമ്പോൾ ഇത് മോശെ ഏലിയായുണ്ട്, ഇവിടെ എല്ലാം ആകെപ്പോടെ പ്രകാശിച്ചിരിക്കുന്നു. പുള്ളി പറഞ്ഞു, ഇവർ പറഞ്ഞത് ഞാനും കേട്ടു. അത് മത്തയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ പീറ്റർ ആൻസറിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് പ്രതിയുത്തരമായിട്ട്, പത്രോസിനോട് ആരും ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദ്യം ചോദിച്ചാലല്ലേ ആൻസർ എടുത്തു. ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ച് എനിക്ക് ആൻസർ അറിയാം എന്ന് പറഞ്ഞ പിള്ളേർ ടീച്ചർ എന്നാ പറയും, നിന്നോട് ആരാ ചോദിച്ചത്? അവിടെ പത്രോസ് ഉറങ്ങി എഴുന്നേറ്റ് ആൻസർ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഉറക്കപ്പിച്ച് അതാ അവൻ പറയുന്നത് ഇന്നതെന്നറിയാതെ. കാരണം എന്നാ പറഞ്ഞ ഞാനും കേട്ടു കേട്ടോ. എന്നാ പറഞ്ഞു മോശ ഏരിയ, എന്നാ പറഞ്ഞു ഞാനും കേട്ടു. എന്നാ കേട്ട്? ഇവിടെ തന്നെ കൂടാരം അടിച്ചിരിക്കുക. യേശു എവിടെയും പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ഇവിടെ അവിടെ ഞാൻ ഇരുന്നോളാം, വാതിൽ കാവൽക്കാരനായി കൂടാരം അടിച്ചിരിക്കാം എന്ന് പറയും. അതാണോ മോശ ഏലിയായും പറഞ്ഞത്? ഇല്ല. ഈ സഭയിൽ ഉറക്കമിരുന്നാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. ഇതെല്ലാം കേട്ട് ഉറക്കി ഇരുന്നാലും ഞാൻ കേട്ട് എന്നെ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ചിലരങ്ങനെ കുറ്റി അടിച്ചിരിക്കും. ദൈവം പറയും ആരാധന നടക്കും, ആരാധനയുടെ മധ്യയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, സ്വർഗം തുറന്നു, ദൈവം സംസാരിക്കുന്നു, മോശയും ഏലിയായും വരുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഈ ഉറക്കം തൂങ്ങിയിരുന്ന പത്രോസ് കേട്ടത് വ്യത്യാസമാണ്. ഞാനും കേട്ട്, നമുക്ക് കൂടാരം അടിച്ച് ഇവിടെ തന്നെ ഇരിക്കാം. യേശുവിന് എന്താ? യേശു താഴെ പോകണം. യേശു അതിനുവേണ്ടി ഒരുങ്ങി റെഡിയായിരിക്കുമ്പോഴാണ് ഈ പത്രോസും ഈ കൂട്ടരും പറയുന്നത് ഞങ്ങൾ കൂടാരം അടിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഒരു കംഫർട്ട് സോൺ കണ്ടപ്പോൾ, സൗകര്യമായിട്ട് എല്ലാം കണ്ടപ്പോൾ അവിടെ പോയി കുഷ്ഠരോഗികളെ തൊട്ട് കുരുടന്മാർ വന്ന് നമ്മളെപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എന്തൊരു സൗകര്യമാണ്. മോശ ഏലിയായും വരുന്നു, നമുക്ക് വേണമെങ്കിൽ മണ്ണാൻ കിട്ടിയിരിക്കും, വെള്ളമെല്ലാം ദൈവം ഉണ്ടാക്കി കൊടുക്കും, ഇവിടെ തന്നെ ഇരിക്കാം എന്ന് സൗകര്യമായിട്ട് ഒരു കംഫർട്ടബിൾ പ്ലേസ് കണ്ടപ്പോൾ അവിടെ ഒരുങ്ങിയിരിക്കുവാനായിട്ട് യേശു ഇങ്ങനെ നെഞ്ചത്തടിച്ച് കാണും, നിന്നെ വിളിച്ചോണ്ട് വന്നല്ലോ. യഥാർത്ഥ ആരാധന എന്താണ്? ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? അതിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ആരാധന എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് വിളിച്ചുകൊണ്ട് വന്നത്.
ഇത്രയും പേർക്ക് കിട്ടാത്ത വലിയ ഭാഗ്യം, മറ്റേ ശിഷ്യന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം നിനക്ക് കൊടുത്തു. ദൈവമക്കളെ കൊണ്ടും ദൈവദാസന്മാരെ കൊണ്ടും പരിശുദ്ധാത്മാവിൽ കൂടെയും നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ജീവിതത്തില് ഒരു കംഫർട്ടബിൾ സോൺ കിട്ടിയോ? അതന്നെ, ഇതാണ് നല്ലത്, ഇവിടെയാണ് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണോ ദൈവം വിളിച്ചത്? വാട്ട് ഹാപ്പൻഡ്? അതുകൊണ്ടാണ് എഴുതുന്നത് പത്രോസും കൂട്ടരും ഉറങ്ങിക്കൊണ്ടിരുന്നു. ഇത്രയും വലിയ ആരാധനയുടെ മധ്യയിൽ തന്നെ, ഇത് ചുമ്മാ നടക്കുന്ന സ്ഥലമല്ല, ആരാധനയുടെ മധ്യയിലാണ് ഈ മിസ്ഇന്റർപ്രിട്ടേഷൻ ഫോർ പീറ്റർ, തെറ്റായുള്ള ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ മിസ്ഇന്റർപ്രിട്ടേഷൻ വരാം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാകണമെങ്കിൽ കാരണം എന്താണെന്നറിയാമോ? ഉണർന്നിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഹൃദയം തുറന്ന് എന്നാ കഷ്ടമാണ് ദൈവം പറഞ്ഞാൽ കേൾക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അനുസരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. താഴെ പോകുന്നത് പ്രയാസമാണ്, ശുശ്രൂഷ ചെയ്യുന്നത് പ്രയാസമാണ്. സൗകര്യമുള്ള സ്ഥലങ്ങൾ കിട്ടിയപ്പോൾ യേശു അല്ലേ വിളിച്ചോണ്ട് വന്നത്, യേശുവാണ് എന്നെ ഇവിടെ ആക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല. ദൈവം എവിടെ ആക്കിയാലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ എവിടെ ആക്കുന്നോ അതിനുവേണ്ടി ഒരുങ്ങിപ്പോകാനായിട്ട് ഉള്ള തയ്യാറെടുപ്പോട് കൂടെ ഇരിക്കാം. യേശു ഓർത്ത് ഈ പത്രോസ് ഇങ്ങനെ പറയാൻ കാരണം എന്ത്? കാരണം പത്രോസ് കഴിഞ്ഞപ്പോൾ അത് ചുമ്മാ മലയല്ല, അതൊരു നല്ല വലിയ പാലസ് പോലെ ഉണ്ട്. സ്വർഗീയ ലൈറ്റും അടിച്ച് മോശെ ഏലിയായും ദൂതന്മാരും സ്വർഗശബ്ദവും ആണ്ട് യേശു ഭയങ്കര വൈറ്റ് ഗാർമെന്റില് ഈ പോംപോസിറ്റി ഇതെല്ലാം കണ്ടപ്പോൾ, ആ വസ്ത്രധാരണ, ആ അവസ്ഥയെല്ലാം കണ്ടപ്പോൾ, ഇത്രയും നല്ല അവസ്ഥ കണ്ടപ്പോഴാണ് പുള്ളിക്ക് തോന്നി ഇവിടെ തന്നെ ഇരുന്നേക്കാം. യേശു പ്രാർത്ഥിച്ച് ദൈവമേ ഇവരെ വിളിച്ചോണ്ട് വന്നു, പ്രശ്നമായി. അപ്പൊ ഒരു മേഘം നിഴലിട്ടു. ആ മേഘം പോയപ്പോൾ എല്ലാം പഴയ മല, അതേ യേശു. അപ്പോഴാണ് പത്രോസിന് ബുദ്ധി വന്നു, ഇവിടെ ആയിരിക്കുന്നത്. ലോകത്തിന്റെ മോഹങ്ങളെ കാണിച്ചുകൊണ്ട്, ലോകത്തിന്റെ ആഡംബരങ്ങളെ കാണിച്ചുകൊണ്ട് ദൈവം നിന്നെ ഏതിനു വേണ്ടി വിളിച്ചോ അതിൻ്റെ കണ്ണിൽ നിന്ന് മാറ്റുവാനായിട്ട്, നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നീങ്ങുവാൻ മനസ്സിലാതിരിക്കുന്നുണ്ടെങ്കിൽ യേശു അന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു മേഘം നമ്മളെ ചുഴട്ടെ. കർത്താവിനെ കണ്ടപ്പോൾ അവർ യേശുവിനെ മാത്രം കണ്ടു. നിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ താൻ താഴ്ത്തി വെറുമയാക്കി ദാസന്റെ രൂപമെടുത്ത് ഒരു മനുഷ്യനെ പോലെ അന്ത്യത്തോളം മരണം വരെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ കാണുമ്പോൾ അതാണ് കാണേണ്ടത്, മറ്റൊന്നുമല്ല. ഇവൻ ദൈവമായിരിക്കെ എനിക്ക് വേണ്ടി ഇവൻ ഇറങ്ങി വന്നെങ്കിൽ no sacrifice is too much to do for him whatever I do for him. അങ്ങനെ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ആഡംബരങ്ങളെ, ലോക ആഡംബരങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആഡംബരമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ there's a possibility that we may misinterpret God's will in our lives. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ഏതാണോ അത് നമ്മൾ ചിലപ്പോൾ ഒന്ന് മറന്നു നിൽക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെല്ലാം will focus towards Jesus, the author and finisher of our faith. അവർ യേശുവിനെ മാത്രം കണ്ടു. ഇത് പത്രോസിന്റെ ജീവിതത്തിൽ എത്രമാത്രം ലക്ഷണം ഉണ്ടാക്കിയതെന്ന് പത്രോസിന്റെ ലേഖനം വായിക്കാം. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാനും യേശുവിന്റെ ആ അടിച്ചുകൂടുകൾ പിൻപറ്റുവാനും തന്നെ തലകീഴായിട്ട് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനും പത്രോസ് ഒരുങ്ങിയതിന്റെ കാരണം അവൻ യേശുവിനെ മാത്രം അപ്പോൾ കണ്ടു. ആഡംബരങ്ങളുടെ മധ്യയിൽ ചിലപ്പോൾ നമ്മുടെ വിഷൻ നഷ്ടപ്പെട്ടു പോയിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വിഷൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി കടന്നു വന്ന യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ we will get a clear vision. മലയിൽ നിന്ന് അവർ ഇറങ്ങി വന്നു. യേശു യെരൂശലേമിലേക്ക് പോയി. ശിഷ്യന്മാരെ യേശുവിന്റെ അടിച്ചുകൂടുതൽ പിന്തുടരുവാൻ തുടങ്ങി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവസന്നിധാനത്തിൽ നമ്മളെ ഏൽപ്പിക്കണം. ദൈവം ചില വലിയ അനുഭവങ്ങൾക്കായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയ നിലവാരം, ഒരുപക്ഷെ ഒരു വലിയ പാവമൊന്നും ചെയ്തില്ല, ആരോടും വിദ്വേഷമൊന്നുമില്ല എന്നെല്ലാം വിചാരിക്കണം. പക്ഷേ ദൈവം ഇന്ന് പറഞ്ഞാൽ അതിനനുസരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് ഞാൻ കേട്ടിട്ടും എന്തിനു വേണ്ടി ഞാൻ താമസിക്കുന്നു എന്നുള്ള ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കട്ടെ.
നമ്മുടെ ചിന്തകളെ മറ്റേതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയുള്ള യേശുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ വരും. അതിനനുസരിച്ച് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം.